ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റാപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നത്. വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. If you are watching our video for the first time, please subscribe, like, share and comment. നമുക്കിതിന് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. നിങ്ങൾക്ക് എത്രയാണോ ചിക്കന് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഒരു 3-5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളകും പിന്നെ ഒരു പിടി മല്ലിയിലും ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗറും ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ചീസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ചീസ് ക്യൂബ് ഇല്ലെങ്കിൽ നല്ല ചൂടുള്ള 1 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ ചീസ് കിട്ടും. അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഇതിലും കൂടുതൽ ചിക്കൻ എടുക്കുന്നതാണെങ്കിൽ 2 കപ്പ് പാലിന് എടുക്കണം. വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചീസ് കിട്ടുക. ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ അരച്ചെടുത്ത മിക്സും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് നല്ല കട്ട തേര് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണ് ഏലക്കായ് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഗരം മസാലപ്പൊടി ചേർക്കാൻ മറന്നുപോയി. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് റാപ്പിൻ്റെ മാവ് കുഴച്ച് വെക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് പകുതി ഗോതമ്പ് പൊടിയും പകുതി മൈദയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മൈദ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 1 കപ്പ് മൈദപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 2 ടേബിൾ സ്പൂണ് ഓയിലും പിന്നെ 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് ഈ ഓയിലും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ചെറിയ ചൂടുള്ള പാല് ചേർത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി നല്ലോണം കുഴച്ചതിന് ശേഷം ബോൾസാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് വളരെ നൈസായിട്ട് പരത്തിയെടുക്കണം. ചപ്പാത്തീൻ്റെ ഒക്കെ ഒരു വലിയ ചപ്പാത്തീൻ്റെ വലിപ്പത്തിലാണ് പരത്തിയെടുത്തത്. ഇനി നമുക്കിത് ഇതുപോലെ എല്ലാം പരത്തിയെടുത്തിട്ട് ചുട്ടിട്ട് ഞാൻ കാസറോളിലാണ് വെക്കുന്നത്. കാസറോളിൽ ചുട്ട് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മളെ റാപ്പ്. കാസറോളിൻ്റെ അടിയിൽ ചെറിയൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെ വെക്കുകയാണെങ്കിൽ കാസറോളിൽ നിന്ന് ഈർപ്പം ഇറ്റിയിട്ട് ഇത് കുതിർന്നു പോവില്ല. ഇതുപോലെ ഞാൻ കരിഞ്ഞു പോകാതെ എല്ലാം ചുട്ടിട്ട് കാസറോളിലാണ് വെച്ചത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ റാപ്പാണിത്. അതായത് കണ്ടില്ലേ, നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ റാപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സോസ് റെഡിയാക്കി എടുക്കാനുണ്ട്. 2 ടേബിൾ സ്പൂണ് കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മസ്റ്റർഡ് പേസ്റ്റും പിന്നെ ഒരു അല്പം ഒറിഗാനോ, 1 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതൊന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മയോണൈസും റെഡിയാക്കണം. നിങ്ങളുടെ അടുത്ത് മയോണൈസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചീസ് ചേർത്തിട്ടുള്ള മയോണൈസാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് പാല് തിളച്ച് പൊങ്ങുന്നതിന് മുമ്പേ ഫ്ലെയിം ഓഫ് ചെയ്തതാണ്. എന്നിട്ട് അതിലേക്ക് അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ചീസ് വേറെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളം കളയണ്ട, വെള്ളം അവിടെ മാറ്റി വെക്കാം. ചീസ് ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഏറ്റവും നല്ലത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ചീസ് ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ അധികം വേവാത്ത 2 മുട്ടൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വേവ് കിട്ടണമെങ്കിൽ വെള്ളം തിളച്ചിട്ട് മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് 6 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഞാനങ്ങനെ ടൈം നോക്കിയിട്ടൊന്നും വേവിച്ചതല്ല. തിളച്ചിട്ടൊരു നമുക്കൊരു മനസ്സിലൊരു കണക്കുണ്ടാവില്ല, ഒരു 5-6 മിനിറ്റ് തിളച്ചിട്ടുണ്ടാവുന്നു. അങ്ങനെ ഓഫ് ചെയ്യും. വേവ് അറിയുന്നവർക്ക് മനസ്സിലാകും, ടൈം നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ 10 കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 വെളുത്തുള്ളി ഓയിലിൽ ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഇത് കുറച്ചങ്ങ് ആയിപ്പോയിട്ടുണ്ട്. ചൂടാക്കാതെ ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. 2 വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂണ് തൈരും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം നമ്മൾ ചീസിൽ നിന്ന് അരിച്ച് വെച്ച വെള്ളത്തിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച സോസിലേക്ക് 4-5 ടേബിൾ സ്പൂണ് മയോണൈസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചും കൂടി മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണും കൂടി.
എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി കുറച്ച് ലെറ്റൂസ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാബേജ് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ കുറച്ചും കൂടി നല്ലത് ലെറ്റൂസ് ആയിരിക്കും. പിന്നെ ഒരു ക്യാരറ്റും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. ഒലിവ് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാകുക. ഇത് ചിക്കൻ മലായി കബാബാണ്. ഇതിൻ്റെ മസാല മുഴുവനും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം എന്നോട് പറയാൻ വിട്ടുപോയി. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കുന്നത് കൊണ്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ഉണ്ടാകും. പിന്നെ ഈ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റുമാണ്. ചിക്കൻ മലായി കബാബ് ഉണ്ടാക്കുമ്പോൾ ചിക്കനിൽ മസാലയൊക്കെ പെരക്കിയിട്ട് ഒരു 3-4 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം. ചിക്കനെല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ടൊരു 15 മിനിറ്റ് പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് കരിഞ്ഞു പോകാതെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക, അധികം ഡ്രൈ ആയിട്ട് ഉണ്ടാവില്ല. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു റാപ്പ് എടുത്തിട്ട് ഇതുപോലെ മുറിച്ചിട്ട് ഒരു സൈഡിൽ നമുക്ക് ഈ സോസ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സൈഡിൽ നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി ക്യാരറ്റും ലെറ്റൂസും കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെയായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇത് ചെഡാർ ചീസാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. മൊസറല്ല ചീസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് സോസ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു രീതിക്കും കൂടി സെറ്റ് ചെയ്തെടുക്കാം. റാപ്പ് നേരെ മുറിച്ചെടുത്തിട്ട് പകുതിയാക്കിയിട്ട് അതിൽ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ സോസ് പരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ലെറ്റൂസും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുത്ത് ഇതിൻ്റെ മേലെ ചീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മടക്കുന്ന വീഡിയോ കട്ടായിപ്പോയി കേട്ടോ, വീഡിയോ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നത്, കാണുന്നില്ല. ഇനി നമുക്കൊരു പാനിലേക്ക് നെയ്യിട്ട് കൊടുത്തിട്ട് ഇത് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മേലെയും കുറച്ച് നെയ്യിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റാപ്പാണിത്. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. ഇത് ഞാൻ നോമ്പിന് എടുത്ത വീഡിയോ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതൊരു ലാസ്റ്റ് ഒരു തിരക്ക് പിടിച്ചിട്ടായി പോയിട്ടുണ്ടായിരുന്നു. ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിരുന്നു ഉണ്ടാക്കിയത്. നിങ്ങളിത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കും, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നോമ്പിന് ഞാൻ റാപ്പിൻ്റെ വേറെയും റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് വേറെ ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ റാപ്പും പിന്നെ ചെമ്മീൻ്റെ റാപ്പും ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്